ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് ഞാൻ മെറ്റീരിയൽ ഇത് 60 ഇഞ്ച് വിടുത്തുള്ള മെറ്റീരിയലാണ്. അത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. വിടുത്തിനനുസരിച്ച് 4ആയിട്ട് ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. 60 ഇഞ്ച് വിടുത്തുള്ള മെറ്റീരിയൽ. എന്നിട്ട് ഞാൻ ഇവിടെ 47 ഇഞ്ച് ലെങ്തിലാണ് എടുക്കുന്നത്. അപ്പം 36 ഇഞ്ച് ലെങ്ത് വരെ നമ്മൾ നോർമൽ ടോപ്പ് കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് നമ്മൾ ഫ്രില്ലാണ് കൊടുക്കുന്നത്, ബാക്കി 10 ഇഞ്ച് ലെങ്തിൽ. അപ്പം ഇതെല്ലാം ഞാൻ കാണിക്കുന്നില്ല ഇവിടെ, നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നോർമൽ ടോപ്പ് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ. ആ രീതിക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്താൽ മതി. കൈക്കുഴിയും ഷോൾഡറും ഒക്കെ അളന്ന് ഷേപ്പും ബ്രസ്റ്റ് അളവൊക്കെ അളന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതുപോലെ താഴെ നമുക്ക് വെച്ച് നോക്കാം. ഫ്രില്ലിനുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് ലെങ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ അതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രില്ലിനുള്ള മെറ്റീരിയലും ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടിന് നമ്മൾ പിന്നെ 58 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണ് ഫ്രണ്ട് പാർട്ട് എടുക്കുന്നത്. ആ ബാക്ക് പാർട്ടിലും 58 തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത് ഫ്രില്ലിനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്തിനനുസരിച്ച് നമുക്കിവിടെ മെറ്റീരിയൽ മടക്കിയിടാം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്ത് 3.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് വളച്ച് വരച്ച് നമുക്ക് സ്ലീവ് താഴേക്കത്തെ വിഡ്ത്ത് കൊടുത്ത് ഇങ്ങനെ വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, സൈഡിൽ ഈ മെറ്റീരിയൽ ബാലൻസ് വന്നിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്കൊരു ജാക്കറ്റ് മോഡൽ കട്ട് ചെയ്തെടുക്കണം. ഈ ടോപ്പിൻ്റെ ഹൈലൈറ്റ് അതാണ്. നമ്മൾ ഈ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ജാക്കറ്റ് മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു പൈപ്പിംഗ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അതിനുള്ള മെറ്റീരിയൽ ലെങ്ത് നമ്മളിവിടെ നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 14 ഇഞ്ച് ലെങ്തിലൊക്കെ മതി. നമുക്ക് ഒരുപാട് ലെങ്തിലുള്ള ജാക്കറ്റല്ല നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് അതുമായിട്ട് അറ്റാച്ച് ചെയ്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് കൈക്കുഴിയൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ബ്രസ്റ്റ് അളവ് ഇതുപോലെ അടയാളപ്പെടുത്തിയൊക്കെ കൊടുത്ത് ഷേപ്പും അടയാളപ്പെടുത്തിയൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് കൈക്കുഴി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് ലെങ്തൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കാം. ലെങ്ത് ഇവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ ഇതുപോലൊന്ന് വളച്ച് വരച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടാണ് ജാക്കറ്റിൻ്റെ നമുക്ക് ബാലൻസ് കട്ട് ചെയ്യാനുള്ളത്. ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാലൻസ് കട്ട് ചെയ്തെടുക്കാം. ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ആദ്യം നെക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നെക്ക് എത്രയാണോ വേണ്ട അത് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിലും ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് പോലെ വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് വളച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതും നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് അതും കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് ജാക്കറ്റിന് വേണ്ടിയിട്ടാണ്, ഒരു മോഡൽ ജാക്കറ്റാണ്. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ആ ജാക്കറ്റിൽ നമ്മൾ ഫ്രണ്ടിൽ ആ വളച്ച് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. ഇത് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട് വരുന്നുണ്ട്. നമ്മൾ വൈറ്റ് പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് വൈറ്റ് പൈപ്പിംഗ് കൊടുക്കാം. പൈപ്പിംഗ് എങ്ങനെ കട്ട് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ പോയി കാണുക. പൈപ്പിംഗ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വെച്ച് അടിച്ചിട്ട് മറിച്ച് കറക്റ്റായിട്ട് ഇവിടെ പൈപ്പിംഗ് ഫുള്ളായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രസർ അകലത്തിൽ നമ്മളിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച്. അപ്പം നല്ല ഫിനിഷിങ്ങിൽ ഇരുന്നോളും. ഇതുപോലെയാണ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ മടക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക.
അപ്പോൾ ഇതാ നെക്ക് നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ ക്യാൻവാസൊക്കെ ഇവിടെ കട്ട് ചെയ്ത് അയൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്, മെറ്റീരിയലിൽ വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അരിക് നമുക്കൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇതിൻ്റെ അരിക് നമുക്കൊന്ന് ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ട് നെക്കും ബാക്കിലത്തും ഫ്രണ്ടിലത്തും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് നെക്ക് ഒരു ആലില മോഡലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ബാക്ക് നെക്ക് യു ഷേപ്പിലുമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് രണ്ടും നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വേണം ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണം നല്ല മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിതുപോലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാൻവാസിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. ക്യാൻവാസിലേക്ക് കയറി സ്റ്റിച്ച് ചെയ്തും ക്യാൻവാസിൻ്റെ അരികിൽ കൂടി മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ക്യാൻവാസ് പിടിപ്പിക്കുമ്പോൾ ഫിനിഷിങ്ങിലിരിക്കത്തുള്ളൂ. ക്യാൻവാസിൻ്റെ അരികത്ത് കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നെക്കൊക്കെ നമ്മളിവിടെ അടിച്ചു മറിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് പ്രത്യേകം ഒന്നും കാണിച്ചിട്ടില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട്. നമ്മൾ സാധാരണ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ നെക്ക് അടിച്ചു മറിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ക്യാൻവാസിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ഉള്ളിലത്തെ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് കൊത്തിട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് കൊടുത്താൽ മതി. മറിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫ്രണ്ടിൽ പീസിൽ നമുക്ക് ഈ ജാക്കറ്റ് പോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഷോൾഡർ തമ്മിൽ ഒരുമിച്ച് വെച്ച് അടിക്കുക. ഇതിൻ്റെ രണ്ടിനെ ഷോൾഡർ തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അടിച്ചു കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. കറക്റ്റായിട്ട് ആ പൈപ്പിങ്ങൊക്കെ ഈ നെക്കിൻ്റെ അടുത്ത് തന്നെ വരാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. കറക്റ്റായിട്ട് വെച്ചടിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ താഴത്തെ ഭാഗത്ത് നമുക്ക് ആ ഫ്രില്ല് പിടിപ്പിച്ച് കൊടുക്കണം. ഫ്രണ്ടിലും ബാക്കിലും പിടിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ആദ്യം ഫ്രില്ല് പിടിപ്പിക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് മുകളിലത്തെ പീസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഈ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആദ്യം ബാക്ക് പീസ് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പീസിൽ 2 പീസുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് വയ്ക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഫ്രണ്ട് പീസിൽ പിന്നെ ജാക്കറ്റും നല്ല പീസും കൂടെ നമ്മൾ വെച്ച് അടിച്ചൊക്കെ കൊടുത്തിരിക്കുന്നതാണ് ഷോൾഡർ. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഷോൾഡർ നമ്മൾ അടിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് 2 സൈഡുമാണ് അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ നെക്ക് ഉള്ളിലേക്ക് മറച്ചിട്ട് നമ്മൾ അടിക്കുന്നില്ല, അത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ നെക്ക് അടിച്ച് മറിച്ചിട്ട് അതിന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കില്ല, അതുപോലെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ലൈനിങ് ഇട്ട മെറ്റീരിയലിൽ നമ്മളിത് ലൈനിങ് ഇടാതാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് ഇട്ട മെറ്റീരിയലിൽ നെക്ക് ഹെമ്മിങ് ചെയ്യാതെ എങ്ങനെ അടിച്ചു മറിച്ച് എടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പോയി കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ അരികിൽ കൂടി നമ്മളിതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ജാക്കറ്റും ഉണ്ട്, ഫ്രണ്ട് പാർട്ടും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ബാക്ക് പീസും ഫ്രണ്ട് പാർട്ടും ആ ജാക്കറ്റിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അതും എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. കറക്റ്റായിട്ട് പിടിക്കുക. ആ ഫ്രില്ലിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ബാക്ക് പീസും ഫ്രണ്ട് പീസും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ജാക്കറ്റിൻ്റെ
സെൻറ്റർ ഭാഗത്ത് ഒരു ബെൽറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. ബെൽറ്റിനുള്ളത് ഇതാ ഇതുപോലെ നമ്മൾ അത് അടിച്ച് മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ അതിനെടുത്തിരിക്കുന്നത്. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊന്ന് സെൻറ്റർ ഭാഗത്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് സെൻറ്റർ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് സെൻറ്റർ നോക്കിയിട്ട് നമുക്കവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പീസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതേ സെയിം സ്ഥാനത്ത് തന്നെ നമുക്ക് അടുത്ത സൈഡിലതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കറക്റ്റായിട്ട് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. താഴ്ഭാഗം നമ്മൾ ചുമ്മാ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കൊരു അടിപൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയും. ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ കെട്ടൊക്കെ കൊടുത്തിട്ടാണ് ഇതുപോലെ ഓപ്പണിംഗ് ഒക്കെ വരും. ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഉപകാരപ്രദമായെന്നായിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.